നമസ്കാരം. ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2015 മോഡൽ സിംഗിൾ ഓണർ ഹ്യൂണ്ടായി ക്രെറ്റയാണ്. ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. When you feel it's hopeless, when you think that you lost, oh, I will take your hand and we'll rise up from the dust. Oh, here we go, 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 let us heal and grow. You won't be alone, we're unstoppable. Don't be afraid to show what we're going for. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2015 മോഡൽ സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹ്യൂണ്ടായുടെ ക്രെറ്റ എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വാഹനം ഒരു പെട്രോൾ വാഹനം കൂടിയാണ്. അപ്പോൾ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിലൊരു റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസൊക്കെ കമ്പനി അലോയ് വീൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്നാൽ അതേ ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുന്നു. ഫ്രണ്ട് ഗ്രില്ല് ബോണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡ് ഫെൻഡറും വീൽ കാർച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസോ ഡെൻറ്റസോ ഡാമേജസോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 95% ടയേഴ്സ് ഉണ്ട്. അപ്പോളോയുടെ അമേസർ 4G എന്ന് പറഞ്ഞ ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ലൈഫുള്ള ടയറാണ്. അതുപോലെ അലോയ് വീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാലും കമ്പനി ജെനുവിൻ അലോയ് വീൽസാണ്. വളരെ മികച്ച ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണെന്ന് പറയാനായിട്ട്. ഇൻഡിക്കേറ്ററൊക്കെ ബോക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോർസും ഷോൾഡർ ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്ന ഒരു വാഹനം കൂടി തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 95% ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട്. അമേസർ 4G ആണ്. അപ്പോൾ ടയറിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ അത്ര മികച്ച ക്വാളിറ്റിയുള്ള ടയർ കാര്യങ്ങളെല്ലാം ആണ് വാഹനത്തിനുള്ളത്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെറ്റയുടെ ബാഡ്ജിങ് ഹ്യൂണ്ടായുടെ ലോഗോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 433 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്കൊക്കെ വേണ്ട ലഗേജ് കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 90% ടയേഴ്സ് സ്റ്റെപ്പിനിയും ഉണ്ട്. അത്യാവശ്യം മികച്ച സ്പേസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബൂട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും പോയിട്ടില്ല. മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. യാതൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും ഡിക്കിക്ക് സംഭവിച്ചിട്ടില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ബോഡിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ടയർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടയറും അലോയൊക്കെ 4 പുത്തൻ ടയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2015 മോഡൽ ഹ്യൂണ്ടായി ക്രെറ്റയുടെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡാഷ്ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ കമ്പനി വരുന്ന ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. 93,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി വരുന്ന ഫാബ്രിക് സീറ്റ്സ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നത്. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇത് എസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ, 4 ഡോർ പവർ വിൻഡോസ് അങ്ങനെ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് എടുക്കാം. ഇന്ന് 2015 മോഡൽ സിംഗിൾ ഓണർ ക്രെറ്റ പെട്രോളിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു പരിക്കുകളൊന്നുമില്ല. മികച്ച ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാനുള്ള 1.6 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 122 bhp പവറും 154 എണ്ണം ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 15.4 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 12 ഒക്കെ മൈലേജ് നമുക്ക് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു മികച്ച ഒരു പെട്രോൾ വാഹനം അതും ക്രെറ്റയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈ കാണുന്ന വാഹനം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വിലയിരുത്തലേക്ക് നമുക്ക് എടുക്കാം. 2015 മോഡൽ സിംഗിൾ ഓണർ ക്രെറ്റ പെട്രോളിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,95,000 രൂപയുടെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ന്യൂമറിസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണ് ഉള്ളത്. ഒന്ന് GHS അപ്രോച്ച് റോഡ് ബാങ്ക് ജംഗ്ഷനിലും 2 പ്രിയദർശിനി റോഡിലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം.